ബിഷപ്പ് ജോസഫ് പാംബ്ലാനി സിനഡാലിറ്റി സന്ദേശം സ്വീകരിക്കുന്നത് സ്വാഗതാർഹം. ശ്രീബുദ്ധന്റെ ജീവിതകാലത്ത് 1,44,000 പശുക്കളെ ബ്രാഹ്മണർ യാഗത്തിനായി കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. ശ്രീബുദ്ധൻ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ജനം ഇപ്രകാരം പരാതി പറഞ്ഞു: ബ്രാഹ്മണർ യാഗത്തിനായി തങ്ങളുടെ പശുക്കളെയും ആടുകളെയും പിടിച്ചു കൊണ്ടുപോകുന്നു. തുടർന്ന് ശ്രീബുദ്ധൻ കൽപ്പിച്ചു: ബലിയല്ല, കരുണയാണ് ആവശ്യം. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യത്തിലും ഇതേ സന്ദേശം നാം വായിക്കുന്നു. ബോധോദയം വരുമ്പോൾ മതത്തിൽ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ ആത്മീയതയ്ക്കാണ് പ്രസക്തിയെന്ന് ചിലർ തിരിച്ചറിയുന്നു. ഇന്ന് ഗോമാംസത്തിന്റെ പേരിൽ കലാപം അഴിച്ചുവിടുന്ന ബ്രാഹ്മണരുടെ പിൻഗാമികൾ മുൻകാല ചരിത്രം ഓർമ്മിക്കുന്നത് നല്ലത്. ഇന്ന് സീറോ മലബാർ സഭയിൽ നമ്മുടെ അന്ധരായ ചില മാർഗദർശികൾ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി വിശുദ്ധ കുർബാനയെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് ഒതുക്കുന്നു. 3 തലമുറകൾക്ക് അന്യമായിരുന്ന കൽദായ ക്രമത്തിലെ പുറംതിരിയൽ തെറ്റായ വാദമുഖങ്ങൾ അവതരിപ്പിച്ച് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ദൈവശാസ്ത്രപരമായി കുറച്ചൊക്കെ വളർന്ന എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ ദൈവജനം അപകടം തിരിച്ചറിഞ്ഞ് വൈദികരോടൊപ്പം നിന്ന് പ്രതികരിച്ചതുകൊണ്ട് കെണിയിൽ വീണില്ല. കെണിയിൽ വീണ ഇതര രൂപതകൾ ഇപ്പോൾ ആത്മപരിശോധനയിലാണ്. 2024 സിനഡാലിറ്റി സിനഡിൽ പങ്കെടുത്ത് മടങ്ങിയവരെ നാം പ്രതീക്ഷയോടെ നോക്കിയെങ്കിലും അവർ നമ്മെ നിരാശപ്പെടുത്തി. ഒപ്പം നടക്കാനുള്ള സിനഡാലിറ്റി സന്ദേശം മാർ ജോസഫ് പാംബ്ലാനി മെത്രാപ്പൊലീത്ത 23/5/2025 സർക്കുലറിലൂടെ അറിയിക്കുമ്പോൾ നമ്മുടെ സഭയിൽ ചിലരുടെ തലയിൽ വെളിച്ചം വന്ന് തുടങ്ങിയെന്ന് അനുമാനിക്കാം. 5/6/2025 പ്രസ്ബിറ്ററൽ കൗൺസിൽ വിളിച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള സന്നദ്ധത സഭയുടെ ഭരണഘടന പാലിക്കുവാനുള്ള തീരുമാനം കൂടിയാണ്. പൗരസ്ത്യ കാനൺ നിയമം 192 അനുസരിച്ച് രൂപത മെത്രാൻ സഹപ്രവർത്തകരായ വൈദികരുടെ ഉപദേശം തേടണമെന്നും അവരെ ശ്രവിക്കണമെന്നും ആവശ്യപ്പെടുന്നു. 22/5/2025 ആർച്ച് ബിഷപ്സ് ഹൗസിൽ ചേർന്ന വൈദിക സമ്മേളനത്തിലെ എരിവും പുളിയും കലർന്ന ചർച്ചകളാണ് മെത്രാപ്പൊലീത്തായ്ക്ക് ഊർജം പകർന്നത്. ഡയലോഗിലൂടെ പ്രശ്നങ്ങൾ നീതിപൂർവ്വം പരിഹരിക്കപ്പെടട്ടെ.